നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയായി കല്ലട്ര മാഹിൻ ഹാജി എത്തുമ്പോൾ വലിയ ആവേശമാണ് അണികളിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി സജീവ രാഷ്ട്രീയത്തിലൂടെ ജനസേവനം നടത്തി വരികയാണ് കല്ലട്ര മാഹിൻ ഹാജി. ജില്ലാ മുസ്ലിം ലീഗിന്റെ അമരക്കാരനായി നിശബ്ദ പ്രവർത്തനത്തിലൂടെ ജില്ലയിൽ മാറ്റങ്ങൾ കുറിക്കാൻ കല്ലട്ര മാഹിൻ ഹാജിക്ക് കഴിയുമെന്നാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷാനവാസ് പാദൂർ, BJP സ്ഥാനാർത്ഥിയായ ML അശ്വിനി എന്നിവരെയാണ് കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് നേരിടുന്നത്. കല്ലട്ര മാഹിൻ ഹാജി കാസർഗോഡ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ബാഫക്കി തങ്ങളുടെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജിയെ കൂടി ഓർത്തെടുക്കുകയാണ് കേരള രാഷ്ട്രീയം. കല്ലട്ര മാഹിൻ ഹാജി പിതാവിന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയ, സാമൂഹിക, വൈജ്ഞാനിക രംഗങ്ങളിൽ സജീവമായി നിലകൊള്ളുന്നത് ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. സേവനം മാത്രം കൈമുതലാക്കി രാഷ്ട്രീയ മാതൃക കാട്ടിയ പിതാവിന്റെ പിന്തുടർച്ചയാണ് കല്ലട്ര മാഹിൻ ഹാജി. അശരണർക്കും അറിവിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തണലായി നിന്ന കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വളർച്ചയ്ക്കായി മലപ്പുറത്തും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും സ്വന്തം ചെലവിൽ ഓഫീസുകൾ നിർമ്മിച്ചു നൽകിയപ്പോഴും പാർലമെന്ററി അധികാരങ്ങളിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നില്ല. കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വികസന ചരിത്രം കല്ലട്ര കുടുംബത്തിന്റെ ഭൂദാനങ്ങളില്ലാതെ അപൂർണമാണ്. ഇന്ന് കല്ലട്ര മാഹിൻ ഹാജി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നാണ് UDF ക്യാമ്പിലെ ആത്മവിശ്വാസം.